നമസ്തേ, എല്ലാവർക്കും ഗുരുവായൂർ ഏകാദശി ആശംസകൾ നേരുന്നു. അപ്പോൾ എല്ലാവരും വ്രതമൊക്കെ എടുത്തിരിക്കുമായിരിക്കും അല്ലേ? അപ്പൊ വ്രതം എങ്ങനെയാണ് അവസാനിപ്പിക്കേണ്ടത്, വ്രതം അവസാനിപ്പിക്കേണ്ട മുഹൂർത്തമൊക്കെ ഞങ്ങളുടെ ഏകാദശി എന്ന പേരിലുള്ള വീഡിയോയിൽ ചാനൽ ലഭ്യമാണ്. അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ കാണാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ ഇന്ന് ജപിക്കാവുന്ന കുറച്ച് കൃഷ്ണസ്തുതികളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ശ്രീ ഗുരുവായൂരപ്പന്റെ ധ്യാനമാണ്. ധ്യാനം പറയാം. പീതാംബരം കരവിരാജിത ശംഖചക്രം കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാ സഹായം അതിസുന്ദര മന്ദഹാസം വാധാലയേശ മനിഷം ഹൃദി ഭാമയാമി. അതായത് മഞ്ഞപ്പട്ടുടുത്ത് കൈകളിൽ ശംഖ്, ചക്രം, ഗദ, താമര എന്നിവ അണിഞ്ഞും കരുണയുടെ സമുദ്രമായും രാധാദേവിക്ക് സുന്ദര മന്ദഹാസം ചൊരിഞ്ഞും നിൽക്കുന്ന ഗുരുവായൂരപ്പനെ ഹൃദയത്തിൽ സ്മരിക്കുന്നു എന്നതാണ്. അടുത്തത് ശ്രീകൃഷ്ണ ഗായത്രിയാണ്. മന്ത്രമിതാണ്: ഓം ദേവകീ പുത്രായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ കൃഷ്ണ പ്രചോദയാത്. അതായത് ദേവകീ പുത്രനും വാസുദേവനുമായ ശ്രീകൃഷ്ണ ഭഗവാനെ ഞങ്ങൾ നമസ്കരിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ ബുദ്ധിയെ നേർവഴിക്ക് നയിക്കണമേ എന്നതാണ്. അടുത്തത് ശ്രീകൃഷ്ണ മന്ത്രമാണ്. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. അതായത് ഭക്തരുടെ പാപങ്ങളെ ഹരിക്കുന്നവനും പ്രണമിക്കുന്നവരുടെ ക്ലേശങ്ങളെ ഇല്ലാതാക്കുന്നവനും സകല ചരാചരങ്ങൾക്കും ആശ്രയമായവനുമായ വസുദേവ പുത്രനെ ഞങ്ങൾ നമിക്കുന്നു എന്നതാണ്. അപ്പോൾ ഈ മന്ത്രങ്ങള് 9 തവണ വീതമാണ് ജപിക്കേണ്ടത്. ഇതിനോടൊപ്പം തന്നെ ഓം കൃഷ്ണായ നമ, ഓം ശ്രീകൃഷ്ണ ശരണം മമ എന്നിങ്ങനെയുള്ള മന്ത്രങ്ങളും ജപിക്കാവുന്നതാണ്. ഈ 2 മന്ത്രവും 108 തവണ വീതമാണ് ജപിക്കേണ്ടത്. ഇതിനോടൊപ്പം തന്നെ കൃഷ്ണാഷ്ടകം, ശ്രീകൃഷ്ണ അഷ്ടോത്തര ശതനാമാവലി ഇതൊക്കെ ജപിക്കാവുന്നതാണ്. നമ്മൾ ഈ മന്ത്രങ്ങൾ ജപിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ ഭാഗവതം, ഭഗവത്ഗീത, അതുപോലെ തന്നെ ജ്ഞാനപ്പാന, നാരായണീയം എന്നീ ഗ്രന്ഥങ്ങളും പാരായണം ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.